കൊൽക്കത്ത വിവേകാനന്ദ യുവഭാരതി ക്രിയങ്കൻ സ്റ്റേഡിയത്തിൽ പോലീസും ഫുട്ബോൾ ആരാധകരും തമ്മിൽ സംഘർഷം. ഫുട്ബോൾ താരങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ബൽറാം നെടുങ്ങാടി നൽകും കൊൽക്കത്തയിൽ നിന്ന് അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ. ബൽറാം, ഈ ഡോക്ടറുടെ കൊലപാതകം, അതിലെ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരുപക്ഷെ കൂടുതൽ സംഘർഷം ഉണ്ടായേക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഒപ്പം തന്നെ ഇന്ന് ഈ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ മത്സരം അതിന് അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു പോലീസ്. ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു അടിയുണ്ടാവാനുള്ള കാരണം? പോലീസും താരങ്ങളും അല്ലെങ്കിൽ ആരാധകരും ഒക്കെ തമ്മിൽ വലിയ സംഘർഷം ഉണ്ടായെന്ന് കേൾക്കുന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? പ്രജിൻ, ഇന്ന് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ മത്സരം നിശ്ചയിച്ചിരുന്നു. ഏറെ ആരാധകരുള്ള രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇവിടെ. അതിന് 60,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരുന്ന ആ മത്സരം പോലീസ് എന്നാൽ അനുമതി നിഷേധിക്കുകയായിരുന്നു. കാരണം ഈ മത്സരത്തിനിടയിൽ ഗാലറികളിൽ ഈ കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട ഡോക്ടറെ അനുകൂലിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കാനും പോസ്റ്ററുകൾ ഉയർത്താനും പദ്ധതിയുണ്ട് എന്ന് അറിഞ്ഞാണ് ഇത്തരത്തിലൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മത്സരം റദ്ദാക്കപ്പെട്ടെങ്കിലും പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാൻ ഫുട്ബോൾ ആരാധകർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഫുട്ബോൾ താരങ്ങൾ, ഫുട്ബോൾ ആരാധകർ അവർ പോലീസിനെ നേരിടുകയാണ്. ഇവിടെ മത്സരം റദ്ദാക്കിയെങ്കിലും കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട യുവ ഡോക്ടർക്ക് നീതി തേടി പ്രതിഷേധവുമായി എത്തിയ ഫുട്ബോൾ താരങ്ങൾ, ആരാധകർ, അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വലിയ സംഘർഷ രംഗങ്ങൾ അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പോലീസ് ലാത്തി വീശി ഇതിനിടെ കളിക്കാരടക്കമുള്ള ഫുട്ബോൾ താരങ്ങളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ആ വാഹനം ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ തടഞ്ഞിരിക്കുകയാണ്. പോലീസും ഫുട്ബോൾ ആരാധകരും മുഖാമുഖം നിൽക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. മുതിർന്ന താരങ്ങൾ അടക്കമുള്ളവർ ഇവരെ ശാന്തരാക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ കസ്റ്റഡിയിലെടുത്ത താരങ്ങളെ പുറത്തുവിട്ടാൽ മാത്രമേ പ്രതിഷേധം പിരിഞ്ഞു പോകൂ എന്ന് സംഘർഷം ഒഴിവാക്കേണ്ടത് തീരുമാനം മറ്റൊരു വലിയ സംഘർഷത്തിലേക്ക് നയിക്കുന്നു എന്നാണ് കരുതേണ്ടത്. എന്താണ് ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ അവിടെ ഉടലെടുക്കാനുള്ള കാരണം? നേരത്തെ തന്നെ ഈ മത്സരം നടത്താൻ അനുവദിക്കില്ല എന്ന കാര്യം പോലീസ് അറിയിച്ചതല്ലേ? എന്നിട്ടും ആരാധകർ അവിടത്തേക്ക് ഇരച്ചെത്തുക ആണ് ഉണ്ടായത്. ഒപ്പം തന്നെ താരങ്ങൾ ഈ മത്സരം നടക്കില്ല അല്ലെങ്കിൽ അനുമതി ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്താണ് ടീമുകൾ തന്നെ അവിടെ എത്താൻ കാരണം? അത്തരം വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, ഇതിൽ പ്രധാനമായും ഇന്നത്തെ കളി എന്നതിനപ്പുറത്തേക്ക് കൊൽക്കത്തയിൽ ഇപ്പോൾ ഉയരുന്ന ഏക വിഷയം എന്നുള്ളത് വനിതാ ഡോക്ടറുടെ കൊലപാതകം തന്നെയാണ്. അതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ തന്നെ ഈ കളി വേദിയാക്കുകയായിരുന്നു ഫുട്ബോൾ ആരാധകർ, പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് മത്സരം റദ്ദാക്കുന്ന നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എങ്കിലും പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. ഡോക്ടർക്ക് നീതി തേടി കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫുട്ബോൾ താരങ്ങൾ, ആരാധകർ അവർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഫുട്ബോൾ മത്സരവും ഒരു പ്രതിഷേധ വേദിയാക്കി മാറ്റാനായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. ആ വേദി നഷ്ടപ്പെട്ടെങ്കിൽ തെരുവിനെ ആ വേദിയാക്കി മാറ്റാൻ ഫുട്ബോൾ ആരാധകർ തീരുമാനിക്കുകയായിരുന്നു. 60,000-ഓളം ഫുട്ബോൾ ആരാധകർ ഇവിടെ ഒത്തുചേരുന്ന ഒരു വേദി. അപ്പോൾ നിലവിൽ ഈ മത്സരം അനുമതി ഇല്ലാത്തതിനല്ല അവരുടെ പ്രതിഷേധം, ഈ ഡോക്ടറുടെ കൊലപാതകത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് അവിടുത്തെ ഈ പ്രതിഷേധം നടത്തുന്ന ആൾക്കാരുടെ പ്രതികരണം നമുക്ക് ലഭിക്കുമോ എന്ന് നോക്കുക. ബൽറാം, എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ ഇന്ന് ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മത്സരം അത് നടക്കേണ്ടിയിരുന്ന വേദിയാണ്. അതിന് പുറത്താണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നത് ആരാധകരുടെ ഭാഗത്തുനിന്നും. അവിടെ താരങ്ങളെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുകൂടി ബൽറാം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇവർ ഫുട്ബോൾ മത്സരം മാറ്റിവെച്ചതിനല്ല, മറിച്ച് കൊൽക്കത്തയിലെ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി തേടി തന്നെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അതിന് ഫുട്ബോൾ മൈതാനം ഒരു വേദിയാക്കാനായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. ആ വേദി നഷ്ടപ്പെട്ടെങ്കിലും റോഡിൽ തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ. എന്തായാലും ശക്തമായി തന്നെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും പോലീസുമായി മുഖാമുഖം നിൽക്കുക. আমরা এ কারণে প্রোটেস্ট করছি
যে প্রথম কথা হচ্ছে ডার্বি ম্যাচ আজকে বন্ধ করে দেওয়া হয়েছে। কেন বন্ধ করে দেওয়া হয়েছে? না, নৃশংসভাবে আরজিকর মেডিকেল কলেজে একজন কর্তব্যরত ডাক্তারকে ধর্ষণ এবং খুন করা হয়েছে এবং তার বিরুদ্ধে সারা বাংলা, সারা দেশ এবং সারা বিশ্ব জুড়ে যে আন্দোলন হচ্ছে, সেই আন্দোলনের রেশ যাতে আজকে ডার্বি ম্যাচে সমস্ত সদস্যরা না তুলতে পারে, তার জন্য আজকে ডার্বি ম্যাচ আটকে দেওয়া হয়েছে। এবং এইখান থেকে আমরা যে শান্তিপূর্ণ মিছিল করতে চাইছিলাম, সেই মিছিলকে আটকে দেওয়ার জন্য পুলিশ রয়েছে। এদিকে ডার্বি ম্যাচকে যাতে চলতে না পারে তার জন্য পুলিশ দিতে পারছে না। একসাথে হলে বাংলা ফুটবলে ইস্ট বেঙ্গল মোহনবাগান একসাথে হলে কি হয়, গোটা কলকাতা শহর আজকে দেখবি। এত ভয় পুলিশের, আমরা তো শান্তিপূর্ণ মিছিল করতাম। আরজি করে কোথায় ছিল পুলিশ? পুলিশ মন্ত্রীকে জবাব দিতে হবে। পুলিশ মন্ত্রী দায়ী। এর আগে এত র্যাব, এত মহিলা বাহিনী, এত র্যাব, এত পুলিশ ফোর্স কোথায় ছিল? মন্ত্রীর পদত্যাগ। পুলিশের 30% പുലിസ് ജില്ല আজকে ডার্বি ম্যাচটা করা যেত মাঠে। এত ভয়। പ്രജിൻ, ഈ വീണ്ടും ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഈ സ്റ്റേഡിയം ഏതാണ്ട് ഫുട്ബോൾ ആരാധകർ വളഞ്ഞിരിക്കുകയാണ്. പോലീസ് വാഹനത്തിൽ നിന്നും താരങ്ങളെ, പോലീസ് കസ്റ്റഡിയിലെടുത്ത താരങ്ങളെ ഫുട്ബോൾ ആരാധകർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ സ്റ്റേഡിയം ഏതാണ്ട് പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ് ആരാധകർ. 60,000-ഓളം കാണികൾ എത്താനിരുന്ന മത്സരമാണ്. അവരെല്ലാവരും, ടിക്കറ്റ് എടുത്ത എല്ലാവരും ഇവിടെ മത്സരം കാണാനല്ല, പ്രതിഷേധിക്കാൻ ഇവിടെ എത്തിച്ചേരാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പോലീസ് വലിയ മുന്നൊരുക്കം നടത്തിയിരുന്നു, നിരാധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റേഡിയത്തിന്റെ മുഴുവൻ ഗേറ്റുകളിലും ശക്തമായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ഒടുവിൽ VIP ഗേറ്റിന് സമീപമാണ് ആൾക്കൂട്ടം ഒത്തുകൂടിയത്. അവർ പ്രതിഷേധിച്ചു, പോലീസുമായി ഏറ്റുമുട്ടി. പ്രതിഷേധിക്കാൻ എത്തിയ താരങ്ങൾ, മുതിർന്ന താരങ്ങൾ അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്തായാലും ആ വാഹനം വളഞ്ഞ് പ്രതിഷേധം രേഖപ്പെടുത്തി ഈ ഫുട്ബോൾ താരങ്ങളെ മോചിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഫുട്ബോൾ ആരാധകർ. സംഘർഷത്തിന്റെ രംഗങ്ങൾ ഇപ്പോഴും അയവ് വന്നിട്ടില്ല. നേരത്തെ യഥാർത്ഥ യുദ്ധക്കളത്തിന്റെ സമാനമായ തരത്തിലുള്ള ഏറ്റുമുട്ടൽ, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. പോലീസ് ലാത്തി വീശുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും പോലീസ് വാഹനം തടഞ്ഞ് കസ്റ്റഡിയിലെടുത്ത മുതിർന്ന താരങ്ങൾ അടക്കമുള്ളവരെ മോചിപ്പിച്ചിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ. ഇപ്പോഴും ആരാധകർ ഇവിടെ തന്നെ ഉണ്ട്. കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട ഡോക്ടർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നീതി ഉറപ്പാക്കുന്നതിനായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകരും. കളിക്കളവും ഈ പ്രതിഷേധത്തിന്റെ, കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ വേണ്ടിയുള്ള പ്രതിഷേധത്തിന്റെ വേദിയായി മാറിയിരിക്കുകയാണ് കൊൽക്കത്തയിൽ. സംഘർഷ രംഗങ്ങൾ ഇപ്പോഴും അയവ് വന്നിട്ടില്ല. പ്രജിൻ, വ്യക്തമാണ്. ബൽറാം തുടരുക. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മത്സരം നിശ്ചയിച്ച സ്റ്റേഡിയത്തിന് പുറത്താണ് ഇപ്പോൾ പോലീസുമായി ടീമുകളുടെ ആരാധകരും ഒപ്പം താരങ്ങളുമെല്ലാം പ്രതിഷേധത്തിനായി വന്നിരിക്കുന്നത്. നേരത്തെ കൊൽക്കത്തയിൽ RG മെഡിക്കൽ കോളേജിൽ കൂട്ടബലാത്സംഗത്തിനായി കൊല്ലപ്പെട്ട യുവ ഡോക്ടർക്ക് നീതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകരും കൊൽക്കത്തയിലെ പ്രധാന വേദിയിൽ, പ്രധാന തെരുവിൽ ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. അവർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ബൽറാം നൽകിയ വിവരമനുസരിച്ച് നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത താരങ്ങൾ, ഫുട്ബോൾ താരങ്ങളെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു എന്ന വാർത്ത കൂടി പുറത്തുവരുന്നു. ബൽറാം, നേരത്തെ നമ്മുടെ മൈക്കിൽ പ്രതികരിച്ച അവിടുത്തെ ആരാധകർ, അവർ ബംഗാളിലാണ് പറഞ്ഞതെങ്കിലും അവിടെ അവർ സൂചിപ്പിച്ച ചില വാക്കുകൾ വ്യക്തമാണ്. ഒന്ന്, മെഡിക്കൽ കോളേജിലെ ഡോക്ടറൊപ്പം ഗ്യാങ് റേപ്പ്, ഇത്തരം കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇതൊരു മത്സരം റദ്ദാക്കിയതിലെ പ്രതിഷേധമല്ല എന്ന് വ്യക്തമാക്കുന്നവരെല്ലാം തന്നെ അവരുടെ വിഷയം നമ്മൾ ഈ പറയുന്ന RG മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതക വിഷയം തന്നെയാണ്. അപ്പോൾ തുടർ പ്രതികരണങ്ങൾ, ഒപ്പം തന്നെ എന്താണ് അടുത്ത മൂവ്? ഇതൊരു പക്ഷേ നാടകീയ രംഗങ്ങൾ, നാടകീയ സംഭവങ്ങളാണ്. കൊൽക്കത്ത ഇതുവരെ കാണാത്ത രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നു എന്നല്ലേ കരുതേണ്ടത് ബൽറാം? പ്രജൻ, തീർച്ചയായും കൊൽക്കത്തയിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ നീക്കങ്ങളും പ്രതിഷേധം തന്നെയായി മാറുകയാണ്. ഫുട്ബോൾ കളിയും കലാകാരന്മാരും കായിക താരങ്ങൾ അടക്കമുള്ള എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കൊൽക്കത്തയിലെ തെരുവുകളിൽ കണ്ടതാണ്.
സിനിമാ മേഖല, സാഹിത്യകാരന്മാർ അടക്കമുള്ളവർ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. കൊൽക്കത്തയിലെ പെൺകുട്ടിക്ക് വേണ്ടി സമാനമായി കളിക്കളത്തിലും ഇന്ന് പ്രതിഷേധം നടത്താൻ നിശ്ചയിച്ചിരുന്നതായിരുന്നു. എന്നാൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം ഇത് മണത്തറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മത്സരത്തിന് പോലീസ് സുരക്ഷയൊരുക്കാനാകില്ല എന്ന് പറഞ്ഞ് മത്സരത്തിന് അനുമതി നൽകാതിരുന്നത്. കളി ഉപേക്ഷിച്ചെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് ഫുട്ബോൾ ആരാധകർ വ്യക്തമാക്കിക്കൊണ്ടാണ് ആ ടിക്കറ്റ് എടുത്ത ആരാധകർ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആരാധകർ ഇവിടെ പ്രതിഷേധിക്കാനായി ഒത്തുചേർന്നിരിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന മുദ്രാവാക്യം എന്നുള്ളത് കളി റദ്ദാക്കിയതിനെതിരെയല്ല, മറിച്ച് കൊൽക്കത്തയിലെ ഡോക്ടർക്ക് നീതി എന്നുള്ള മുദ്രാവാക്യമാണ്. നീതി ഉറപ്പാക്കിയേ പിരിഞ്ഞുപോകൂ എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം എന്നുള്ളത്. ഫുട്ബോൾ ആരാധകർ ഇപ്പോഴും ഈ സ്റ്റേഡിയത്തിന് പരിസരത്ത് തന്നെ തുടരുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധം സ്റ്റേഡിയത്തിന്റെ 3 ഗേറ്റുകളിലായി ഇപ്പോഴും നടന്നു വരുന്നു. വലിയ പ്രതിഷേധം തന്നെയാണ്. 60,000-ഓളം പേരായിരുന്നു ഈ മത്സരം കാണാൻ ടിക്കറ്റ് എടുത്തിരുന്നത് എങ്കിൽ അതിനേക്കാൾ ഏറെ പേർ ഇവിടെ എത്തിയിരിക്കുന്നു. നാട്ടുകാർ അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത്രയും വലിയ ഒരു സ്റ്റേഡിയം, അതിന്റെ 4 പാടും ഫുട്ബോൾ ആരാധകരും മറ്റ് വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധക്കാർ. ബൽറാം തുടരുക. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ പ്രതിഷേധം കൊൽക്കത്തയിലെ പ്രധാന തെരുവുകളിൽ ഉണ്ടാവുന്നു. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ, ബലാത്സംഗ കൊലപാതകത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം. കളിക്കളത്തിന് പുറത്ത്, അതായത് സ്റ്റേഡിയത്തിന് പുറത്ത് ഇപ്പോൾ നടക്കുന്നത്. അവിടെ കൊൽക്കത്തയിൽ പ്രധാനപ്പെട്ട 2 ക്ലബ്ബുകളായ മോഹൻ ബഗാൻ ഒപ്പം ഈസ്റ്റ് ബംഗാൾ ഇവരുടെ മത്സരം ഇന്ന് നിശ്ചയിച്ചിരുന്നു. പക്ഷേ ആ മത്സരം റദ്ദാക്കിയതിലെ പ്രതിഷേധമല്ല ഇപ്പോൾ, മറിച്ച് ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകത്തിലാണ് ഇപ്പോൾ ആരാധകരും ഒപ്പം താരങ്ങളുമുണ്ട് ആ വേദിക്ക് പുറത്ത്. അവിടെ വലിയ പ്രതിഷേധം നടക്കും.